ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷകളിൽ ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. കർത്താവിന്റെ ദാസന്റെ കൺവെൻഷൻ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. തന്റെ യാത്രകളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വീണ്ടും അപേക്ഷിക്കുന്നു. നമ്മൾ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 12 മുതലുള്ള വേദഭാഗങ്ങൾ 12 മുതൽ അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 12 to 14 നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനുമായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഏറ്റവും നിങ്ങൾക്ക് വിലപ്പെട്ട ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ ചെലവഴിക്കുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലിടയാക്കിയ മഹാഭാഗ്യത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കൊലോസ്യ ലേഖനം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അല്പമായി ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നല്ലോ. നിങ്ങൾ സ്വന്തമായിട്ടും ഈ ഭാഗങ്ങളെ പറ്റി പഠിക്കുന്നവരും നേരത്തെ പഠിച്ചവരും ഒക്കെ ആകിയാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൊലോസ്യ ലേഖനത്തിന്റെ ആകത്തുക ഞാൻ പലപ്പോഴും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് കടന്നു പോകാനായി താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഈ ഭാഗത്തെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കുവാനായി നമുക്ക് ശ്രമിക്കാം. സ്തോത്രം. ജസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് ഒന്ന് തുടങ്ങിയാൽ, യേശു നമ്മളെ രക്ഷിച്ചു, തന്റെ രക്തത്താൽ വീണ്ടെടുത്തു. അവന്റെ മക്കളാക്കി തീർത്തത് നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടല്ല, കർത്താവിന്റെ മഹാദയയാൽ. കാൽവറി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി തന്റെ രക്തം ഊറ്റി തന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി ഒരു സ്തോത്രം ബലിയായി തീർന്നത് കൊണ്ട് നമ്മൾ അവന്റെ മക്കളായി, മകനായി, മകളായി തീർന്നു. സ്തോത്രം. അങ്ങനെ മകനായി, മകളായി തീർന്നവർ ക്രിസ്തുവിലേക്ക് നോക്കണമെന്നും അവരുടെ മനസ്സിനെ ക്രിസ്തുവിൽ ഫിക്സ് ചെയ്യണമെന്നും യേശു ഇരിക്കുന്ന ഉയരത്തിലെ കാര്യങ്ങളെ അന്വേഷിക്കണമെന്നും പറഞ്ഞു തുടങ്ങിയതിന് ശേഷം അതിനിടയിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് കർത്താവിനുള്ളതാണ്. സ്തോത്രം. അതിൽ കൊലോസ്യ ലേഖനത്തിൽ പലപ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അതിന്റെ ഏകദേശം വെളിപ്പെടുന്ന ഭാഗം. ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണമെന്ന് അതിന്റെ 9, 10, 11 വാക്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. നമ്മൾ പുതു മനുഷ്യനായി ആകപ്പെട്ടത് കൊണ്ട്, നമ്മളെ പുതിയ മനുഷ്യനായി നമ്മളെ സൃഷ്ടിച്ച യേശു കർത്താവിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ആ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിന് നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കണം. സ്നേഹത്തോടെ സമർപ്പിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി ജീവിക്കണമെന്ന് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. യേശു സ്നേഹിച്ചതുപോലെ നമ്മളെ ലോകത്തിൽ ആരും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് യേശു നമ്മളിൽ നിന്നും സ്നേഹത്തിൽ ഒരു സമർപ്പണം സത്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. യേശു കർത്താവ് ശീമോൻ പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ഒത്തിരി നന്മകളൊക്കെ കൊടുത്തതിന് ശേഷം യേശു കർത്താവ് ചോദിക്കുകയാണ്, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഇങ്ങനെ ലോകത്തിൽ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുവാൻ കഴിയില്ല. സ്തോത്രം. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ നന്നായി രുചിച്ചറിഞ്ഞ ദൈവമക്കളാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്തും ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ മാനുഷികമായ തലത്തിൽ ലഭിക്കുവാൻ ബാക്കിയുള്ളപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഇതൊന്നും നമ്മളെ വേർതിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിഞ്ഞവരാകിയാൽ, സ്തോത്രം, നമുക്കും ദൈവസന്നിധിയിൽ ഇപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അതെ, നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്
ക്രിസ്തുവിനെ ധരിക്കുക എന്ന് തന്നെയാണ്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ധരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുവാനായി ഇടയായി തീർന്നത്. സ്തോത്രം. ആമേൻ. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്നു, മനസ്സലിവ്, ദയ എന്ന രണ്ട് ഭാഗവും താഴ്മ എന്ന വാക്കുകളുടെ തുടക്കവും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. സ്തോത്രം. അതിൽ മനസ്സലിവും ദയയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു 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 മാനസികമായ പോസിറ്റീവായ ഒരു ഫീലിംഗ് ആണ് മനസ്സലിവ് എന്ന് പറയുന്നത്. ആ വ്യക്തി നാളെ എനിക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുവാൻ പോകുന്നത് എന്നൊന്നും ചിന്തിക്കാതെ യേശു മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കിയതുപോലെ, യേശു മനസ്സലിഞ്ഞ് ഉപദേശിച്ചതുപോലെ, യേശു മനസ്സലിഞ്ഞ് മരിച്ച വ്യക്തികളെ തിരികെ കൊണ്ടുവന്നതുപോലെ, ആവശ്യത്തിലായിരിക്കുന്ന ഭക്ഷണത്തിൽ വിശന്ന് വഴിയിൽ മരിച്ചു പോകുവാൻ സാധ്യതയുണ്ട്, തളർന്നു വീഴു പോകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സലിഞ്ഞതുപോലെ മുന്നിലിരിക്കുന്ന വ്യക്തികൾ നാളെ എന്റെ പുറകെ വരുമോന്നോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമോന്നോ അല്ലെങ്കിൽ നാളെ ഇവരെന്നെ ക്രൂശിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ചിന്തിക്കാതെ ആ നല്ല ശമരിയാക്കാരന്റെ കഥയിൽ നിന്ന് നമ്മളന്ന് വായിച്ചു മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയതുപോലെ നമ്മുടെ മുന്നിലായിരിക്കുന്ന വ്യക്തിയുടെ കഷ്ടങ്ങളെ മനസ്സിലാക്കി മനസ്സിലുണ്ടാകുന്ന ഒരു പോസിറ്റീവായ ഒരു ക്രിസ്തീയമായ അല്ലെങ്കിൽ ഒരു ദൈവീകമായ സ്വഭാവമാണ് മനസ്സലിവ്. അത് ദൈവവചന പ്രകാരം വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവമായിട്ട് വരുമ്പോൾ ലോകത്തിന്റെ മനസ്സലിവിനേക്കാൾ എത്രയോ ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദയ എന്ന് പറയുന്നത് പെർമനന്റ് ആയി നമ്മുടെ ലൈഫിലുള്ള ഒരു ആർദ്രതയുള്ള ഒരു കരുണയുള്ള ഒരു സ്വഭാവമാണ്. സ്തോത്രം. എല്ലാവരോടും നമുക്ക് തോന്നുന്ന എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്ന ഒരു സ്വഭാവം. ഈ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോഴോ അല്ലെ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുമ്പോഴോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, 24 മണിക്കൂറും മനസ്സലിവും വലിയ ദൈവമായിട്ട് ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് നമ്മൾ ആരും അത് നിർബന്ധിച്ച് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചില സമയങ്ങളിലേക്കെങ്കിലും നമ്മൾ ഇതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. പിന്നെ എന്താണ് ദൈവവചനത്തിൽ കൂടി ദൈവം നമ്മളോട് ഈ വചനത്തിൽ കൂടി സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആകാത്ത വഴികളെ നമുക്ക് മനസ്സിലാക്കാൻ ഈ വചനത്തിൽ കൂടെ കഴിയട്ടെ. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ ധരിക്കുന്നില്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ ഈ വചനങ്ങളെ ദൈവം നമ്മൾ ഇടയാക്കട്ടെ. യേശു കർത്താവ് അല്ലെങ്കിൽ പിതാവായ ദൈവം സ്തോത്രം തന്നെ സ്നേഹിക്കുന്നവരോടും സ്നേഹിക്കാത്തവരോടും ദയാലുവായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളെ സ്നേഹിക്കാത്തവരെയും നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ ഇടയിലും നമുക്ക് പലപ്പോഴും ദയ കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. ചില സമയത്തൊക്കെയും ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാൻ കഴിയുന്നുണ്ടായിരിക്കാം, എന്നാൽ പല സമയങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ദയ എന്ന് പറയുന്നാൽ ക്രിസ്തുവിന്റെ ദയയാണ്. അതെ, ക്രിസ്തുവിനെ തന്നെ ധരിക്കുവാനാണ്, ക്രിസ്തുവിനെ വേണ്ടി തന്നെ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുവാനാണ് എന്ന് രാത്രികാലവും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലും ദൈവം ധരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. നമ്മൾ ധരിച്ച ക്രിസ്തു അതാണ്. സ്തോത്രം. അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വർക്കാകുമെന്നൊന്നും ഇന്ന് രാത്രികാലത്തെ ചിന്തയിൽ നിന്നുകൊണ്ടും ഒരുപക്ഷെ അത് മനസ്സിലാക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അടുത്ത വാക്കാണ് നമുക്ക് താഴ്മ എന്ന വാക്ക്. ഈ കൊലോസ്യ ലേഖനത്തിൽ താഴ്മ എന്ന വാക്ക് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതിലും കൂടുതൽ സമയങ്ങളിൽ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, തെറ്റായ ഉപദേശിക്കുന്ന ഉപദേശകന്മാർ താഴ്മയെ വികലമായി പഠിപ്പിച്ചിരുന്നു. സ്തോത്രം. അവർ ചിന്തിച്ചിരുന്നത് അവർക്ക് താഴ്മ ഉണ്ട് എന്നാണ്. സ്തോത്രം. താഴ്മ എന്ന് പറയുന്നത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. ലോകം താഴ്മ എന്ന് പറയുന്നതല്ല ദൈവവചനത്തിൽ താഴ്മ എന്ന് പറയുന്നത്. സ്തോത്രം. ലോകം താഴ്മയെന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും നാണമുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ കഴിയാത്തവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകർഷതാബോധമുള്ളവരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവരെയോ ഒക്കെ കണ്ടിട്ടാണ് പലപ്പോഴും നമ്മൾ താഴ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്മയോടെ ഇടപെടാൻ കഴിയുന്ന, അഭിനയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്തോത്രം ഒരു താഴ്മയുടെ മുഖം കാണിക്കാൻ കഴിയുന്നവരെയാണ് പലപ്പോഴും നമ്മൾ താഴ്മയുള്ളവർ എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ പറയുന്ന താഴ്മ ഇതൊന്നുമല്ല. സ്തോത്രം. താഴ്മയ്ക്ക് എന്തുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ ഇത്രത്തോളം പ്രത്യേകത വന്നു എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ മൊത്തത്തിൽ നോക്കിയാൽ താഴ്മ എന്നത് ഒരു ദൈവവേദന ജീവിതത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കാരണം ഒരു വ്യക്തി കർത്താവിനോട് ഒത്തിരി അടുത്തിട്ടുണ്ട് എന്നതിന്റെ ഒരു പ്രത്യക്ഷമായ പല തെളിവുകളിൽ മുന്നിട്ട് നിൽക്കുന്ന തെളിവുകളിൽ ഒരു ഏറ്റവും അനുഗ്രഹീതമായ തെളിവാണ്
താഴ്മ എന്ന് പറയുന്നത്. സ്തോത്രം. അത് ക്രിസ്തുവിന്റെ വചനപ്രകാരമുള്ള താഴ്മ. സ്തോത്രം. ഒരു വ്യക്തി കർത്താവിനോട് ഒത്തിരി അടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വരത്തിൽ നിന്നല്ല അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യക്തിയുടെ ഫലമായ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രമാത്രം താഴ്മയുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് ആ വ്യക്തി കർത്താവുമായിട്ട് ഒത്തിരി അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം താഴ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു 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 നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന ഒരു അവസ്ഥയാണ്. സ്തോത്രം. അല്ലെങ്കിൽ അത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല. അവരെക്കാൾ എന്റെ നിറം മോശമാണെന്നോ അവരെക്കാൾ എന്റെ കുടുംബശ്രേഷ്ഠത കുറഞ്ഞതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അപകർഷതാ ബോധമല്ല ബൈബിൾ പറയുന്ന താഴ്മ എന്ന് പറയുന്നത്. യേശുവിന്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ അത് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്തോത്രം. താഴ്മ എന്നത് ബൈബിളിൽ ഒത്തിരി വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് എങ്ങനെ വെളിപ്പെടുത്തിയെന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. സ്തോത്രം. നമുക്കറിയാം നിഗളം എന്നത് ദൈവം ക്ഷമിക്കാത്തൊരു കാര്യമാണ്. സ്തോത്രം. നിഗളത്തെ ബൈബിൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. സ്തോത്രം. ബൈബിളിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് നിഗളം എന്ന് പറയുന്നത് ദൈവത്തിന് ഒട്ടും സഹിക്കാൻ കഴിയാത്ത, ദൈവത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റെത്. അങ്ങനെയാണെങ്കിൽ താഴ്മയും നിഗളവും ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് താഴ്മയാണ്. സ്തോത്രം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന അവസ്ഥ, അല്ലെങ്കിൽ സുപ്പീരിയറായി നമ്മളെ തന്നെ കാണുന്ന അവസ്ഥ ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇന്ന് രാത്രികാലം നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്തോത്രം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പുറകെ സഞ്ചരിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. നിങ്ങൾക്ക് എത്ര ഡിഗ്രി കിട്ടിയാലും, എത്ര ധനമഹാത്മ്യം കൂടി വന്നാലും, എത്ര വിശുദ്ധിയുടെ പടവുകൾ നിങ്ങൾ കയറിപ്പോയാലും, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലും വ്യക്തമായി വെളിപ്പെട്ട് വരുന്ന ഒരു സത്യമാണ് താഴ്മ എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കത് എന്താണ് എന്ന് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇന്ന് രാത്രികാലം നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കാം. ഞാനിന്ന് പറഞ്ഞല്ലോ, താഴ്മ എന്ന് പറയുന്നത്, സ്തോത്രം, നമുക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ കഴിയുന്നു. ഒപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർ നല്ലവരാണ്, നമ്മൾ മറ്റുള്ളവരെക്കാളൊക്കെ ആത്മീകമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധി നോക്കുമ്പോൾ നമ്മൾ കുറഞ്ഞവരാണ് എന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞൊരു അപകർഷതാ ബോധമല്ല അത് നമുക്കൊന്ന് സിമ്പിളായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു നിർത്തിയല്ലോ, ഫിലിപ്പിയ ലേഖനത്തിനാണ് യേശു കർത്താവിന്റെ താഴ്മ, യേശു കർത്താവിന്റെ താഴ്മയെ പറ്റി സുവിശേഷങ്ങൾ ഒത്തിരി ഭാഗങ്ങളിലുണ്ട്. സ്തോത്രം. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ അത് സഭയ്ക്ക് വരച്ച് കാണിക്കുന്ന ഒരു ലേഖനമായതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ താഴ്മയെ വെച്ചുകൊണ്ട് നമുക്ക് ഫിലിപ്പിയ ലേഖനം മുഴുവനായി പഠിക്കാൻ പറ്റും. സ്തോത്രം. 1 മുതൽ 4 വരെയുള്ള ഫിലിപ്പിയ ലേഖനത്തിന്റെ അധ്യായം ക്രിസ്തുവിന്റെ താഴ്മ വെച്ചിട്ട്, അല്ലെങ്കിൽ താഴ്മ, സൗമ്യത എന്ന 2 വിഷയങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. സ്തോത്രം. അങ്ങനെ ഒരു പുസ്തകം കൂടിയാണ് ഫിലിപ്പിയ ലേഖനം. സ്തോത്രം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ മുതൽ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3, 4, 5 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സാക്ഷ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവേൻ. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവിടെ അത് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. സ്തോത്രം. എന്താണ് അവിടെ? ശാഠ്യത്താലോ ദുരഭിമാനത്തിലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം യേശുവിന്റെ ഭാവത്തെ പറ്റി നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. സ്തോത്രം. എന്താണ് ഈ ലേഖനങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസ് വിവിധ വാക്കുകളാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു നിങ്ങളുടെ ശരീരം ക്രിസ്തുവിനുള്ളത്. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. സ്തോത്രം. വിവിധ പശ്ചാത്തലങ്ങളിൽ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിവിധ നിലവാരങ്ങളിൽ അത് പറയുന്നു. അന്നത്തെ ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. സ്തോത്രം. എന്നാൽ അത് പറഞ്ഞ് വ്യാഖ്യാനിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ അന്നത്തെ ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ പറയുമ്പോൾ ഒരേ കാര്യത്തെ പല രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. ഇതെല്ലാം ഒന്നാണ്. ക്രിസ്തുവിന്റെ പുറകെ പോകുക, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക
ധരിക്കുക, ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ പറയുന്ന വാക്കുകളാണ്. സ്വത്രം. എന്നിട്ടാണ് യേശുവിന്റെ ഭാവത്തെ പറ്റി അവിടെ പൗലോസ് കണക്ട് ചെയ്യുന്നത്. സ്വത്രം. അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. നമുക്ക് ആ ഭാഗങ്ങളെ ഒന്ന് സിമ്പിൾ ആയിട്ട്, ഞാൻ അതിന്റെ എല്ലാ വാക്കുകളും ഒന്നും പറയാനായിട്ട് സമയം എടുക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ ആ താഴ്മയൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന താഴ്മ? ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു നിർത്തിയിരുന്നു. യേശു ദൈവമായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് സമനായിരുന്നു. യേശു ഈ ഭൂമിയിൽ വന്നപ്പോഴും ദൈവം തന്നെയാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തോടുള്ള സമത്വം, ആ മഹത്വത്തിന്റെ വലുപ്പത്തിൽ ഇരിക്കുന്നത് വേണ്ട എന്ന് വെച്ചിട്ട് ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരവസ്ഥയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണ് അതെങ്ങനെയാണ് നമ്മളുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നത്? ആമേൻ. നമ്മൾ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ തീർച്ചയായിട്ടും ലോകം യേശുവിനെ തച്ചന്റെ മകൻ എന്ന് പറഞ്ഞു. തച്ചന്റെ മകനാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവർ വ്യാഖ്യാനിച്ചു പോകുന്നത് വെച്ച് നോക്കിയാൽ വേണമെങ്കിൽ യേശു അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആമേൻ. നസ്രേത്തിൽ വല്ല നന്മയും കാണുമോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ഗ്രാമത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വളർന്നു വന്ന, ഒട്ടും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് വളർന്നു വന്നൊരു വ്യക്തിയാണോ എന്ന് പറഞ്ഞ് യേശുവിനെ കളിയാക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ ചെറുതായി കാണിക്കുന്നതായിട്ട് ദൈവജനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ യേശു തച്ചന്റെ മകനായിരുന്നില്ല. സ്വത്രം. യേശു കേവലം നസ്രേത്തുകാരനായിരുന്നില്ല, അവൻ സ്വർഗീയനായിരുന്നു. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. സ്തോത്രം. അത് ദൈവത്തിന്റെ പുത്രനായിരുന്ന യേശു കർത്താവ് താഴ്ച ധരിച്ച സമയത്ത് താൻ അതേ മഹത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ താഴ്മ താൻ ഏറ്റെടുക്കാൻ തയ്യാറായി. എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവപുത്രൻ തന്നെയാണ്. എന്നാൽ ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അപകർഷതാബോധമല്ല, തന്റെ മുന്നിൽ വരുന്നവരെ ശ്രേഷ്ഠൻ എന്നെണ്ണുകയാണ്. സ്തോത്രം. തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. സ്തോത്രം. തന്റെ അത്രയും വെളിപ്പാടില്ലാത്ത മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പല യേശുവിന്റെ മുഖത്തെ നോക്കിയാൽ ഈ ഐഹിക ജീവകാലത്ത് ജീവിതം നോക്കിയാൽ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സേവന മനോഭാവത്തോട് ജീവിച്ച യേശുവിന്റെ ഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് യേശു നല്ല ഒരു പൊസിഷനിലാണ്. അപ്പോഴും യേശു കർത്താവ് താഴ്ന്നു വരികയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പാഠം പഠിക്കേണ്ടത്? നമ്മൾക്ക് ലോകത്തിന്റെ ഏറ്റവും ഉയർച്ചയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓരോരുത്തരുമാണ്. സ്തോത്രം. അത് കുറച്ചുകൂടി ഞാൻ അന്ന് പറഞ്ഞതുമായി ചേർത്ത് പറയാം. സഭയാണ് ദൈവത്തിന് വിലപ്പെട്ടവർ. ഇന്ന് ഭൂമിയിൽ ആരെങ്കിലും ദൈവത്തിന് വിലപ്പെട്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സകലരും വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാമെങ്കിലും ഇതിനിടയിൽ ദൈവത്തിന് വിലപ്പെട്ടവർ നിങ്ങളുടെ ഗ്രാമത്തിലോ നിങ്ങളുടെ പട്ടണത്തിലോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അത് സ്വീകരിച്ച അവന്റെ മക്കളായി തീർത്ത സഭയുടെ ഭാഗങ്ങളായി വിവിധ സ്ഥലങ്ങളിലാക്കി വെച്ചവർ ദൈവത്തിന് വിലയേറിയവരാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവരും നമ്മളെപ്പോലെ ഉയർത്തപ്പെട്ടവരും നമ്മളെപ്പോലെ മാനിക്കപ്പെട്ടവരും ലോകത്തിൽ ആരും തന്നെയില്ല. കാരണം ആയാൽ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാനിതാ ദൈവം നമുക്ക് വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് വേണ്ടും പോലെ നിറം കാണത്തില്ല, ഒരുപക്ഷെ നമുക്ക് വേണ്ടും പോലെ കുടുംബ പാരമ്പര്യം കാണത്തില്ല, ഒരുപക്ഷെ വേണ്ടും പോലെ സാമ്പത്തികം കാണത്തില്ല, ഒരുപക്ഷെ വേണ്ടും പോലെ സൗഖ്യം കാണത്തില്ല, ഒരുപക്ഷെ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ നോക്കിയാൽ ദുഃഖത്തിന്റെ കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങളുടെ പശ്ചാത്തലം പാരമ്പര്യം നോക്കിയാൽ ഒരു കഥനകഥയോ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കഴിയാത്ത ഒരു നെഗറ്റീവ് കഥാപാത്രമോ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കണ്ടിരിക്കാം. അത് മുഖാന്തരം നിങ്ങളുടെ തല താഴ്ന്നിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് കണ്ടിരിക്കാം. എന്നാൽ അതിലൊന്നിലും നിങ്ങൾ അപകർഷതാബോധത്തിലേക്ക് പോകണ്ട. നിങ്ങൾ ദൈവത്തിന്റെ മകനായി തീർന്നു, നിങ്ങൾ ദൈവത്തിന്റെ മകളായി തീർന്നു. യേശു ഈ ഭൂമിയിൽ ഏത് പദവിയിൽ ജീവിച്ചിരുന്നോ അതേ പദവി ആമയിലേക്ക് വരുവാൻ കർത്താവിന്റെ ക്രൂശിനാൽ ഭാഗ്യം ലഭിച്ച ദത്തെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങളും. കൃപയാൽ ദൈവം അത് സാധിപ്പിച്ചു തന്നു. അത് ലോകത്തിനറിയത്തില്ല. യേശുവിനെ തുപ്പലേൽപ്പിക്കുമ്പോൾ ലോകം ചിന്തിക്കുന്നത് മറിയയുടെ മകൻ എന്നാണ്. സ്വത്രം. ലോകം ചിന്തിക്കുന്നത് നസ്രേത്തുകാരൻ എന്നാണ്. ലോകം ചിന്തിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തച്ചന്റെ മകൻ എന്നാണ്. സ്വത്രം. എന്നാൽ യേശുവിന് നല്ലതായിട്ട് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ യേശുവിനെ സത്യത്തിൽ പിൻപറ്റുന്നവർക്കും ബോധ്യമുണ്ട്. ഇവൻ ലോകത്തെ ഉണ്ടാക്കിയവനാണ്. സ്വത്രം. സകലത്തിന്റെയും സൃഷ്ടിതാവാണ്. യേശുവിനറിയാം, ലോകത്തിനറിയത്തില്ല. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളായി കഴിയുമ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് അറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർ അവരുടെ ചിന്താഗതിയിലും അവരുടെ ജ്ഞാനത്തിലും നമ്മളെ ചെറുതാക്കാൻ ശ്രമിക്കും. നമ്മൾ ചെറുതാകുന്നില്ല.
നമ്മൾ ഒരിക്കലും ചെറുതാകുന്നത്. ഞാൻ അന്ന് അത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. എന്ത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്? യേശുവിനെ ലോകം താഴ്ത്താൻ ശ്രമിച്ചു, യേശു താണിട്ടില്ല. സ്വത്രം. ലോകത്തിന്റെ മുന്നിൽ താണുവെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമെങ്കിലും യേശു ഒരിക്കലും താഴുന്നില്ല. ഇന്ന് രാത്രികാലം യേശുവിനെ താഴ്ത്തിയ ലോകത്തിൽ ഉയരാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അത് വളരെ ഭോഷത്വമായ കാര്യമാണ്, അല്ലെങ്കിൽ അത് ശരിയല്ലാത്ത കാര്യമാണ്. അതിൽ നമ്മൾ ശ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ഓൾറെഡി മാനിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. ഓൾറെഡി നമ്മൾ അവന്റെ മക്കളായി തീർന്നിരിക്കുന്നു. ദൈവം നമ്മളെ മക്കളെന്ന് വിളിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ മകനായി നമ്മൾ തീർന്നു, ദൈവത്തിന്റെ മകളായി തീർന്നു. അവൻ ആ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇനി നമ്മൾ താഴ്മ പഠിക്കേണ്ടത്. എന്താണ് നമ്മൾ താഴ്മ പഠിക്കാൻ പോകുന്നത്? സ്തോത്രം. ഈ മകനായി മകളായി തീർന്നത് നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടല്ല. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, താഴ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ സ്വഭാവം എന്ന് മനസ്സലിവായാലും ദയയായാലും താഴ്മയായാലും നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ വരുന്നൊരു കാര്യമല്ലത്. സ്തോത്രം. എന്നാൽ നാളെ മുതൽ താഴ്ന്നേക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ താഴ്മ നമ്മൾ വിചാരിക്കുമ്പോൾ വരത്തില്ല. സ്തോത്രം. ഈ ബൈബിൾ പറയുന്ന താഴ്മ എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനെ ധരിക്കുന്നതിലൂടെ, ക്രിസ്തു നമ്മളിൽ കൂടി ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയായിട്ടാണ് കൊലോസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തി വെക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് എന്താണ് താഴ്മ, എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്നൊന്ന് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. യേശു നമ്മളെ അവന്റെ മകനായി മകളാക്കി മാറ്റി. ഇനിയാണ് നമ്മുടെ താഴ്മയുടെ മുഖം വരുന്നത്. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ വാക്കുമായി കണക്ട് ചെയ്യട്ടെ. ക്രിസ്തുവുമായി നമ്മൾ അടുത്തു തുടങ്ങുകയാണ്. നമ്മൾ ഒരു കുഞ്ഞിനെ ഈ ലോകത്തിൽ ജനിച്ചതിന് ശേഷം പെട്ടെന്ന് അമ്മ ആരാണെന്നോ അമ്മയുടെ സ്വഭാവമൊന്നും കുഞ്ഞിന് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിലാണ് അമ്മയെക്കുറിച്ച് നന്നായിട്ട് പറയുന്നത്. അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അമ്മയെ പൂർണ്ണമായി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ലോകത്തിൽ ദൈവമകനായി മകളായി ദൈവം ജനിപ്പിച്ച് ഈ ലോകത്തിലാക്കി വെച്ചതിന് ശേഷം കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടാവിനെ നമ്മൾ അറിയുക, അല്ലെങ്കിൽ യേശുവിനെ അറിയുക. യേശുവിനെ എത്രത്തോളം നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോലെ പാപി വേറൊരാളില്ലെന്നാണ്. സ്തോത്രം. ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾ ഓരോന്നും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ നേരായി നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ദൈവവചനം നന്നായിട്ട് അറിയുന്നവർ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. സത്യത്തിൽ യേശുവിന്റെ മക്കളായി തീരുമ്പോൾ നമുക്കൊരു അമിതമായ പാപബോധം ഉണ്ടാകുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ പരിശുദ്ധന്മാർ നമ്മളിൽ ക്രിയ ചെയ്ത് പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, കർത്താവിനോട് അടുക്കും തോറും അതിനേക്കാൾ ആഴത്തിൽ നമ്മൾ പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവമായ സത്യം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവവചനത്തിന്റെ സത്യങ്ങളിൽ കൂടി യേശു ആരെന്നുള്ള അറിവിലേക്ക് നമ്മൾ ഓരോ ദിവസം കടന്നു വരുന്നതോടൊപ്പം നമ്മളെന്ത് മോശമാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ദൈവം അത് നമുക്ക് തെളിയിച്ചു തരും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം നമ്മളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നോ നമ്മളെ ദൈവം പാപം ചെയ്യാൻ സഹായിക്കുമെന്നോ എന്നുള്ളതല്ല. സ്തോത്രം. എന്താണ് ദൈവത്തിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിനോട് നിങ്ങൾ അടുക്കുമ്പോൾ നിങ്ങൾ അത്ര മോശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ പറയുകയാണ്, കർത്താവിനോട് നിങ്ങൾ അടുത്തപ്പോൾ ഞാൻ കുറച്ച് കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിങ്കിലേക്കല്ല അടുത്തത്, വേറെ ഒന്നിലേക്ക് അടുത്തത്. നിങ്ങൾ ഒരുപക്ഷെ ചർച്ചിലേക്ക് അടുത്ത് കാണും, പാസ്റ്ററിലേക്ക് അടുത്ത് കാണും, അയലത്തുകാരിലേക്ക് അടുത്ത് കാണും, ഒരു ഭക്തനിലേക്ക് അടുത്ത് കാണും. ക്രിസ്തുവിങ്കലേക്കാ നിങ്ങൾ അടുത്തതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തോന്നുന്ന തോന്നൽ ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസിനാണ് പറഞ്ഞത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, പാപികളിൽ ഞാൻ ഒന്നാമൻ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പലവട്ടം സ്തോത്രം തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ ഞാൻ ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സഭയെ പീഡിപ്പിച്ചവനാണ്, തന്നെ അവസാനം വരെയും തന്നെ അത് വല്ലാതെ വേദനിപ്പിക്കാനിടയായി തീർന്നു. നമ്മുടെ ലൈഫിൽ എന്നോ ചില സംഭവിച്ച നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും മോശമെന്ന് ചിന്തിക്കുന്ന ഒരു പാപം നമ്മളിൽ ഉണ്ട്, നമ്മുടെ അകത്തുണ്ടെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളൊരു പക്ഷെ പ്രവർത്തിയാൽ അത് ചെയ്ത് കാണത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ക്രിയ ചെയ്ത് കർത്താവിനോട് അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മളാണ് ഏറ്റവും മോശമെന്ന് മനസ്സിലാവും. കാരണം അത് സിമ്പിളായി ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് അറിയത്തില്ല. നമ്മളെ അറിഞ്ഞതുപോലെ ലോകത്തിൽ ആർക്കും നമ്മളെ അറിയത്തില്ല. കർത്താവിന് നമ്മളെ അറിയാം നമ്മളെക്കാട്ടിൽ. എന്നാൽ മാനുഷികമായ സാധാരണ ബുദ്ധിയിൽ ബോധത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ മനസ്സിലാക്കിയതുപോലെ, നമ്മുടെ കുഴപ്പത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ
നമ്മുടെ ഭാര്യയ്ക്കോ, നമ്മുടെ ഭർത്താവിനോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ, നമ്മുടെ പാസ്റ്റർക്കോ, നമ്മുടെ വിശ്വാസികൾക്കോ, ആർക്കും നമ്മളെ ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിനോട് എടുക്കുമ്പം നമ്മൾ ആരാണെന്ന് കർത്താവ് പൊളിച്ച് നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ഭാര്യയെ നമ്മളെ മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ ഭാര്യയോ ഭർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ കുറച്ച് കുഴപ്പങ്ങളും കുറവുകളും നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. എന്നാൽ സത്യത്തിൽ കർത്താവിനോട് അടുത്തൊരു വ്യക്തിക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭർത്താവിലോ ഭാര്യയിലോ വെറുക്കുന്നതിനേക്കാൾ മോശമാണ് ഞാനും നിങ്ങളും. ഞാൻ ഒരിക്കലും ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. സ്തോത്രം. നമ്മളാണ് മോശമെന്ന് നമുക്ക് മനസ്സിലാവും കർത്താവിനോട് അടുത്തിട്ടുണ്ടെങ്കിൽ. സ്തോത്രം. അങ്ങനെ നമ്മൾ മോശമാണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കർത്താവേ നീ ഞങ്ങളോട് ഇത്രത്തോളം സ്നേഹിച്ചു. അപ്പം വേറൊരു കാര്യം കൂടെ മനസ്സിലാവും, മറ്റവർ നമ്മളെക്കാൾ നല്ലതാണെന്ന് തോന്നും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴ്മ വരും. ഞാൻ പറഞ്ഞത് നിങ്ങളോളം എത്തുന്നു എന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം. കാരണം നമ്മൾ ഈ താഴ്ത്തി വെക്കുന്ന അയൽക്കാരനോ അല്ലെങ്കിൽ നമ്മുടെ സഭയിലിരിക്കുന്ന വ്യക്തിയേക്കാൾ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഓർമ്മയിൽ വീണ്ടും വരുന്നുണ്ട്. ആ വ്യക്തിയേക്കാൾ നമ്മൾ വളരെ മോശമാണെന്ന് എപ്പം മനസ്സിലാവും? ക്രിസ്തുവിനോട് അടുക്കുന്നിടത്തോളം കാലം അത് മനസ്സിലാകും. സ്തോത്രം. നിങ്ങൾ എന്ന് ക്രിസ്തുവിനെ അറിയുന്നു അന്ന് ഇത് തെളിഞ്ഞു വരും. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ മനസ്സലിവും ദയയും കുറിച്ച് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു. ഈ താഴ്മയെക്കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ദൈവരൂപത്തിലിരിക്കുന്ന യേശു കർത്താവിന് മറ്റുള്ളവരുടെ മുന്നിൽ താഴാൻ കഴിഞ്ഞു. സ്തോത്രം. ഇനി എന്താണ് ഈ താഴ്മ? താഴ്മയെ ബൈബിളിൽ യേശു തന്നെ വ്യാഖ്യാനിച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, താഴ്മയെ ദാസ വേല ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സേവന മനോഭാവത്തിൽ ഇടപെടുന്നത് പോലെ ചേർത്ത് യേശു കർത്താവ് സംസാരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലും യേശു കർത്താവ് താഴ്മയെ, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് പറയുന്നതിന് തൊട്ടു മുമ്പായിട്ട് യേശു കർത്താവ്, നിങ്ങൾ വലിയവനാകാൻ ഇച്ഛിക്കുന്നവർ സകലർക്കും വേല ചെയ്യട്ടെ, സേവ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൽ കൂടെ എല്ലാം കൂടെ ഒന്ന് ആകത്തുക ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് എന്താ നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്? സ്തോത്രം. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ താഴ്മ എന്ന് പറയുന്നതും ബൈബിളിൽ സേവനം അല്ലെങ്കിൽ എന്താണ് ദാസൻ എന്ന് പറയുന്ന വാക്കുമേ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 6-ാം വാക്യം, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ പറയുന്നത്? ദാസരൂപമെടുക്കാൻ മനസ്സുള്ള താഴ്മ, അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്നതും ദാസരൂപമായി ദാസ സേവ ചെയ്യുവാൻ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്ക് യേശു കടന്നു വന്നു. ഇതാണ് ആത്മീക വളർച്ച. ക്രിസ്തുവിനോളം നിങ്ങൾ വളരുന്നുണ്ടോ? നിങ്ങൾ എത്രത്തോളം ദാസനായി തീർന്നു? ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്, ഇവിടെ വരെ എത്താൻ കഴിയുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അന്ന് താഴ്മയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു പൊസിഷൻ നിങ്ങളുടെ സഭയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരെ നിങ്ങൾക്ക് സേവിക്കാൻ കഴിഞ്ഞു, നിങ്ങൾ എത്ര പേരെ ഭരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല, അത് ജാതീയ ചിന്തയാണ്. സ്തോത്രം. അല്ലെങ്കിൽ ലോകത്തിന്റെ കർത്തൃത്വത്തിൽ നടത്തുന്ന ലോകത്തിന്റെ ചിന്തയാണ് ആ ചിന്ത. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ സേവിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ സേവിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സേവിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്ററെ സേവിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് എത്രത്തോളം സേവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് താഴ്മ നിങ്ങളിൽ പ്രകടമായി വരുന്നത്. എന്നാ പാസ്റ്ററെ, നാളെ മുതൽ ഞാൻ താഴ്മയുള്ളവനായേക്കാം എന്ന് പറഞ്ഞാൽ ഇത് വരുത്തില്ല. ഞാൻ അതിലേക്കാണ് ഇന്ന് വരാൻ പോകുന്നത്. സ്വത്രം. നമ്മൾ ഇത് ആലോചിക്കണം. ഞാൻ ഒന്നാമത് പറഞ്ഞു, താഴ്മ നമ്മളിൽ വരാനുള്ള ആദ്യത്തെ എങ്ങനെ നമ്മളിൽ വരും? നമ്മളാണ് ഏറ്റവും പാപിയെന്ന് ബോധ്യം വരണം. അത് ഞാൻ മനസ്സിലാക്കിയാൽ പോരാ. നമ്മളിപ്പം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പാപി ഞാൻ, അങ്ങനെ ചിന്തിച്ചാൽ പോരാ. അത് അറിയണം. അതെങ്ങനെ അറിയാൻ പറ്റും? യേശുവിലേക്ക് വരണം. യേശുവിന്റെ സ്വഭാവം ഒന്ന് നോക്കണം. ക്രിസ്തുവിന്റെ ഭാവം ഒന്ന് മനസ്സിലാക്കണം. ക്രിസ്തു ഇടപെട്ടതൊന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ ജീവിതശൈലി ഒന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് മനസ്സിലാകുന്ന, കർത്താവേ, എനിക്ക് ഇതുവരെയും അങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എത്ര മോശമാണ് കർത്താവേ. അതിൽ കൂടി നമ്മൾ മോശമാണെന്നും നമ്മൾ മോശമെന്ന് ചിന്തിക്കുന്നവർ എത്രയോ മഹത്വമുള്ളവരാണെന്ന് മനസ്സിലാക്കി, എന്നിട്ടും കർത്താവ് എന്നെ മകനാക്കും മകളാക്കും തീർത്തിട്ടില്ലേ, അപ്പൊ അവരെന്നെക്കാൾ നല്ലവരാണ് എന്ന അപ്പോസ്തലനായ പൗലോസ് പാപികളിൽ ഒന്നാമൻ എന്ന തോന്നലിലൂടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ നമുക്ക് കഴിയും. സ്തോത്രം. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായി താഴ്മയുള്ളവരാകും.
ഇനി ഇതിലൊന്നും പലപ്പോഴും നമ്മൾ താഴ്മയുള്ളവരാകുന്നില്ല. കാരണം നമ്മൾ ആരും കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ സത്യം. നമ്മൾ അറിവുകൾ കൊണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ക്രിസ്തുവിനെ. എന്നാൽ അറിവുകൾ കൊണ്ട് മനസ്സിലാക്കിയ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു ആരെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വരുവാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. അവിടെയാണ് മറ്റൊരു പ്രവൃത്തി കർത്താവ് നമ്മളിൽ ചെയ്യുന്നത്. സ്തോത്രം. ആമേൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ താഴ്മയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായ ഒരു ഭാഗത്തെ കർത്താവ് ചികിത്സിക്കുന്ന ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ആമേൻ താൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ ഭാഗം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആമേൻ. ആ ഭാഗം കൂടെ നമുക്ക് ഒരിക്കൽ വായിക്കാം. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം അതിന്റെ സ്തോത്രം എന്താണ് 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. 7 2 Corinthians chapter 12 verse 7. വെളിപ്പാടുകളുടെ അധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ആമേൻ. ഇവിടെ എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? മറ്റൊന്നുമല്ല, വെളിപ്പാടുകളുടെ ആധിക്യം അപ്പോസ്തലനായ പൗലോസിനുണ്ട്. ഭയങ്കരമായ ദൈവിക വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസിലേക്ക് വരുന്നുണ്ട്. ഈ കൊലോസ്യ ലേഖനം പോലെയുള്ള ദൈവിക വചനത്തിന്റെ ആഴമുള്ള വെളിപ്പാടുകൾ ദൈവത്തിന്റെ ദാസൻ ഈ പകർന്നു തരുന്ന ആ കാരാഗ്രഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടും അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായ ഒരു സത്യമുണ്ട്. ദൈവത്തിന്റെ വെളിപ്പാടുകൾ വരുമ്പോൾ സ്വാഭാവികപരമായി നിഗളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം തന്നെ ആ ഒരു പാക്കേജിനോട് കൂടി, ആ ഒരു വെളിപ്പാടിനോട് കൂടി ദൈവം തന്നെ പൗലോസിൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. എന്ത് ചെയ്യുകയാണ്? ഒരു ശൂലം, ഒരു വേദനിപ്പിക്കുന്നത് എന്തോ, ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്തോ ഒന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചയച്ചിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവം നമ്മളിൽ പ്രവർത്തിക്കാതെ നമുക്ക് താഴ്മ വരികയില്ല. സ്തോത്രം. ആമേൻ. അപ്പോസ്തലനായ പൗലോസിന്റെ അടുത്ത് യേശു ഇങ്ങനെ പറയുകയായിരുന്നില്ല, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, ഞാൻ പരിശുദ്ധാത്മാവിനെ തന്നേക്കാം എന്ന് പറയുകയല്ല ചെയ്തത്. അങ്ങനെ താഴ്മയുള്ളവനാകാനുള്ള ചികിത്സ കൂടി ദൈവം ചെയ്യുന്നുണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ നിഗളം വരാതിരിക്കേണ്ടതിന് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം ക്രിയ ചെയ്യുന്നുണ്ടായിരുന്നു. സ്തോത്രം. എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാത്താന്റെ ദൂതനെ കുത്തുവാനേൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലാകുന്നതും ആമേൻ അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ ആയത് എന്തോ ഒന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ നിഗളം വരാതിരിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതും ഈ താഴ്മയെ ഞാൻ ചേർത്ത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാടിലേക്ക് ഞാനും നിങ്ങളും വന്നിട്ട് ആമേൻ നിത്യതയുടെ വഴിയിലേക്ക് വേർതിരിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഞാനും നിങ്ങളും എണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആമേൻ ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടതിനുള്ള ചില കാര്യങ്ങൾ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. സ്തോത്രം. ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് നമുക്കൊരിക്കലും നിഗളിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അതൊരിക്കലും മാറുവാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു രോഗമായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന ഒരു നാണമുള്ള ഒരു കഥയായിരിക്കാം നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ സംഭവിച്ചതോ. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ലജ്ജ വരുന്ന എന്തോ ഒന്ന് ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ എന്നോ ഒരിക്കൽ സംഭവിച്ച ഒരു പാപമായിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവർ അറിഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് നമ്മളെ തന്നെ തോന്നുകയാണ്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്ത ആളല്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ച ആളല്ലേ. ഒരു വല്ലാത്ത ഒരു കുത്തൽ നമ്മുടെ ലൈഫിൽ വരുന്നത് എന്തെങ്കിലും നമ്മളെ ഇന്ന് രാത്രി നമ്മളെ വേദനിപ്പിക്കുന്നതായിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കാരണം നമ്മൾ നിഗളിക്കാതിരിക്കാനാണ്. എത്ര ലോകം നമ്മൾ ഉയർച്ചയുടെ പടവുകൾ പറഞ്ഞാലും നമ്മൾ പ്രാർത്ഥനാ മുറിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ ഇത്രയേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ഇന്ന ആളാണ്, എൻ്റെ ലൈഫ് ഇതാണ്. സ്തോത്രം. എൻ്റെ പാരമ്പര്യം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഈ ബലഹീനതയിലാണ് ഞാൻ, അല്ലെങ്കിൽ ഈ വേദനയിലാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ആ കുത്തലുണ്ട്. സ്തോത്രം. അതിൽ നിന്നും നോർമൽ ഒരു വ്യക്തിയാണ് നമ്മളെന്ന് ദൈവം പലവട്ടം നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നത് എന്തോ ചിലത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിഗളിക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കണം. മറ്റുള്ളവരെല്ലാം നിഗളിക്കുമ്പോഴും നമുക്ക്
നിഗളിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ ചില തകർച്ചകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, എന്തൊക്കെയോ ചില പരാധീനതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എന്തൊക്കെയോ ചില വേദനകൾ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷിച്ച് ഒന്ന് നിഗളിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിഗള മനോഭാവത്തിലേക്ക് വരാതിരിക്കത്തക്കവണ്ണം ഒരു ചെറിയ കുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ആമേൻ. ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെ അതെ ആ ഭാഗത്ത് കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യലേഖനം 12 അവസാന ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ആമേ, ഞാൻ പ്രശംസിക്കും. ആമേ, 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആമേനെ തൊട്ട് താഴെയുള്ള 10-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ശൂലം വന്നതിന് ശേഷം എനിക്ക് ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കവും ഒക്കെ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ആമേൻ ഭയങ്കരമായ ഒരു ദൈവരവനിലേക്ക് വരുന്നുണ്ട്. സ്തോത്രം. കാരണം ഞാൻ നിഗളിക്കാതിരിക്കാൻ എൻ്റെ ലൈഫിൽ ദൈവം ചെയ്യുന്ന ഓരോ വഴികളുടെ കൂടെ ഒരു ദൈവത്തിന്റെ വെളിപ്പാടും എൻ്റെ മേലേക്ക് വരുന്നുണ്ട്. ക്രിസ്തുവാരെന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. നമ്മൾക്ക് നിഗളിക്കാൻ മറ്റുള്ളവരെ പോലെ ഒന്നും ഇല്ലാത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. സ്തോത്രം. ആമേൻ. മറ്റുള്ളവരെല്ലാം അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, അല്ലെങ്കിൽ ഉറക്കെ ചിരിച്ച് സന്തോഷിക്കുമ്പോൾ, ആമേൻ, അവർ നിഗള മനോഭാവത്തോടു കൂടി സന്തോഷിച്ച് ആമേൻ 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 അവർ ജീവിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അത്ര നിഗളത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടത്തിവിടുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, ഒരു കയ്യേറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, ഒരു ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ, ഒരു ഞെരുക്കം നമ്മുടെ ജീവിതത്തിൽ, ആർക്കോടും പറയാൻ കഴിയാത്തൊരു ഞെരുക്കം, ആരോടും പറയാൻ കഴിയാത്ത, പൗലോസ് പറയാത്തതുപോലെ എന്തോ ഒന്ന് കുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ അത് താഴ്മ പഠിപ്പിക്കാൻ, നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം വെച്ചിരിക്കുന്നതാണെങ്കിൽ അതോർത്തും ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ താഴ്മയിൽ നമുക്ക് നിലനിർത്താൻ ദൈവത്തിന് കഴിയത്തുള്ളൂ കേട്ടോ. സ്തോത്രം. ആമേൻ. ദൈവം നമ്മളിൽ നിന്ന് താഴ്മ പ്രതീക്ഷിച്ചിട്ട് മാറി നിൽക്കുകയല്ല. കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം മനസ്സലിവ് നമ്മളോട് പറഞ്ഞിട്ട് കർത്താവിന്റെ മനസ്സലിവ് നമ്മളിൽ കാണിച്ചു. സ്തോത്രം. കർത്താവ് നമ്മളെ ഇങ്ങനെ കാണിച്ചു തന്നു. പാപിയും ദോഷിയുമായി ഒരു യോഗ്യതയും പറയാനില്ലാത്ത സാഹചര്യത്തിൽ കർത്താവ് തന്റെ മനസ്സലിവ് അയച്ചിട്ട് പറയുകയാണ്, ഇനി എനിക്ക് മറ്റുള്ളവരോട് മനസ്സലിയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കർത്താവിന്റെ മനസ്സലിവ് ഞാൻ രുചിച്ചറിഞ്ഞു. എനിക്കിനി മറ്റുള്ളവരുടെ ദയയില്ലാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിന്റെ ദയ ഞാൻ രുചിച്ചറിഞ്ഞു. ഇനി മറ്റുള്ളവരുടെ മുന്നിൽ താഴ്മയില്ലാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ മറ്റുള്ളവരെക്കാൾ മോശമാണെന്നും ഞാൻ ദൈവവൈതലായി കഴിഞ്ഞു. എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. എന്നാൽ ആത്മീക ജീവിതത്തിൽ എന്നെക്കാൾ മറ്റുള്ളവർ എത്രത്തോളം ഉയർന്നവരാണെന്നും ഞാൻ എത്രത്തോളം മോശമാണെന്നും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ എന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതിനോടൊപ്പം കർത്താവിന്റെ ഒരു ചെറിയ ചികിത്സയും കൂടെ തന്നു. ആമേൻ. നമുക്ക് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലവും കൂടെ തന്നു. ആമേൻ. നിഗളിക്കാൻ സാധ്യതയുള്ള, താഴ്മ നഷ്ടപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു. സ്തോത്രം. ആമേൻ. ഈ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ താഴ്മയും യേശു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പഠിപ്പിച്ച പാഠവുമായിട്ട് വലിയ ബന്ധമുണ്ട്. സ്തോത്രം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതെ, താഴ്മ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നതാണെങ്കിൽ ഞാനെന്ന ഭാവം ഇല്ലാതാകുന്ന അവസ്ഥയാണ്. സ്തോത്രം. നമ്മൾ ഈ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഉള്ള അവസ്ഥയിൽ കർത്താവ് നമ്മളെ കാണിച്ചു തന്നു കഴിയുമ്പോൾ നമ്മളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു എന്ന ഭാവത്തിൽ നിന്നും നമ്മൾ ഉടയപ്പെടാനിടയായിത്തീരും. നമ്മൾ തകർക്കപ്പെടാനിടയായിത്തീരും. ക്രിസ്തു നമ്മളിൽ ഉരുവാകുവാനിടയായിത്തീരും. ക്രിസ്തു നമ്മളിൽ എല്ലാമായി തീരുവാനിടയായിത്തീരും. ഇന്ന് രാത്രി ഇതിനോടൊപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ആരെങ്കിലും ഞാൻ അങ്ങനെ തീരുമാനിച്ചതാ എൻ്റെ വീട്ടിൽ, ഞാൻ അങ്ങനെ തീരുമാനിച്ചത് എൻ്റെ സഭയിൽ, ഇതൊക്കെ നടന്നില്ലെങ്കിൽ പറ്റത്തില്ല എന്ന കഠിന ഹൃദയരാണ് ഞാൻ നിങ്ങളുമെങ്കിൽ ക്രിസ്തുവിന്റെ പുറകിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഇതുവരെയും താഴ്മയിലേക്ക് കടന്നു വന്നിട്ടില്ല. യേശു ഒരിക്കൽ പോലും പറഞ്ഞില്ല ഞാൻ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം. ഞാനാണ് ഇവിടുത്തെ യജമാനൻ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഞാൻ പറയുന്നത് പോലെ കേട്ട് എൻ്റെ കാല് കഴുകിയാട്ടെ എന്നൊന്നും യേശു ഒരിക്കലും പറഞ്ഞില്ല.
താഴ്മ സേവന മനോഭാവമാണ്. സ്വത്രം മറ്റുള്ളവരെ സേവിക്കാൻ തയ്യാറാകുന്നതാണ് ക്രിസ്തുവിന്റെ താഴ്മ എന്ന് പറയുന്നത്. സ്വത്രം യേശു മറ്റുള്ളവരുടെ കാല് കഴുകിയതുപോലെ ഇന്ന് രാത്രിയിൽ താഴ്മയിലേക്ക് യേശു വിളിക്കുന്നത്, യേശുവിന്റെ ഭാവത്തിലേക്ക് ദൈവം വിളിക്കുന്നത്, ദൈവരൂപത്തിലിരിക്കുന്ന യേശു കർത്താവിന് താഴ്മയുടെ മനോഭാവത്തിൽ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ ഒട്ടും ദാസത്വ രൂപമെടുക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ നമുക്കെന്തുകൊണ്ട് ബുദ്ധിമുട്ട്? സ്വത്രം നമുക്ക് വേഗത്തിൽ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്ന് ഞാൻ ആ താഴ്മ എന്ന ഭാഗത്തെ വിട്ടുകളയുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ സ്തോത്രം അതിന്റെ 8-ാം 10 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ. എപ്പോൾ വരെ നമ്മൾ താഴണം എന്ന് ചോദിച്ചാൽ, എപ്പോൾ വരെ നമ്മൾ താഴണമെന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ. അപ്പൊ ഞാൻ കുറച്ചു നാൾ താഴ്ന്നിരിക്കാം, കർത്താവെന്നെ അവൻ ഒരു കാലത്ത് ഉയർത്തട്ടെ എന്ന് പറയുകയല്ല. സ്തോത്രം. യേശുവിന്റെ ലൈഫ് പറയാ മരണം വരെ താഴ്ന്നിരുന്നു. സ്തോത്രം. യേശു നമ്മളോട് താഴാൻ പറയുന്ന ഡിമാൻഡ്, അല്ലെങ്കിൽ യേശു നമ്മളിൽ കൂടെ വെക്കുന്ന താഴ്മ എന്ന് പറയുന്നത്, കുറച്ചു കാലം കഴിഞ്ഞ് അവൻ ഇപ്പോൾ പാസ്റ്റർ രീതിയിൽ പറഞ്ഞ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്ററായി, പിന്നെ ഓവർസിയറായി, അങ്ങനെയുള്ളത് അങ്ങനെ പദവിയിലേക്കാരും പോകത്തില്ലെന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ളതല്ല താഴ്മയെന്ന്. ക്രിസ്തുവിന്റെ താഴ്മ എന്ന് പറയുന്നത്, മനോഭാവം എന്ന് പറയുന്നത് മരണത്തോളമാണ്. നമ്മളെ ത്യജിക്കാൻ യേശു പറഞ്ഞത് തന്നെത്താൻ ക്രൂശെടുത്തു വരാനാ പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? മരണം വരെ താഴ്മയ്ക്കായിട്ട് ദൈവം വിളിക്കുകയാ. പാസ്റ്ററെ, ഞാൻ എത്ര നാൾ സേവിക്കണം? ഞാൻ എത്ര നാൾ താഴണം? ഞാൻ എത്ര നാൾ മറ്റുള്ളവരുടെ മുന്നിൽ ദാസമനോഭാവത്തോടെ ജീവിക്കണം? യേശുവിനെ നോക്കിയാട്ടെ, മരണം വരെയും യേശു താഴ്മയുള്ളവനായിരുന്നു. സ്തോത്രം. പിന്നീട് യേശു മാനിക്കപ്പെട്ടു. നമ്മളും മാനിക്കപ്പെടുന്ന ഒരു അവസരം ഉണ്ട് കേട്ടോ. സ്തോത്രം. തന്നെത്താൻ താഴ്ത്തുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ സമയമുണ്ട്. സ്തോത്രം. അത് ഈ ലോകത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണം. മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാതെ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? എത്ര ലോകത്തിൽ നമ്മളെ ഉയർച്ചയുടെ പടവുകളിൽ കയറ്റിവിട്ടാലും നമുക്കുണ്ടാകേണ്ട മനോഭാവം താഴ്മയാണ്. ക്രിസ്തുവാണ് നിങ്ങളെ ഈ ലോകത്തിൽ എന്തെങ്കിലും രീതിയിൽ മാനിക്കുന്നതെങ്കിൽ തീർച്ചയായും താഴ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോളം എത്തിയെന്ന് വിശ്വസിക്കുകയാണ്. ക്രിസ്തുവിന്റെ പുറകെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്തെങ്കിലും മാന്യത നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിഗളം വരുത്തില്ല. നിങ്ങൾക്ക് ഒരു നല്ല എക്സാമിൽ പാസ്സാകാൻ കഴിഞ്ഞു, ഒരു നല്ല സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു, ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചു, കർത്താവ് നിങ്ങളോട് കരുണ ചെയ്ത് ക്രിസ്തുവിന്റെ പുറകെ പോയ വഴിയിൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ദൈവം ഒരു അത്ഭുതം ചെയ്ത് ദൈവം നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ ഒരിക്കലും നിഗളിക്കത്തില്ല. കാരണം നിങ്ങളുടെ യാത്ര ക്രിസ്തുവിന്റെ പുറകില. മനോഭാവം ഒരിക്കലും മാറുകയില്ല. എന്നാൽ ലോകത്തിലുള്ള വിശ്വാസി സമൂഹത്തെ പലപ്പോഴും കണ്ടിട്ടില്ലേ? അവരുടെ കഷ്ടത്തിന്റെ നടുവിൽ അവർ വളരെ താഴ്മയുള്ളവരായിരുന്നു. എന്നാൽ പിന്നീട് അവർക്ക് സാലറി കൂടി തുടങ്ങിയപ്പോൾ, അവരുടെ വീട് പെയിന്റ് അടിച്ച് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ 1ാമത്തെ നില 2ാമത്തെ നിലയായപ്പോൾ, സാധാരണ ഒരു കാറ് വാങ്ങി നല്ലൊരു ലക്ഷറി കാറ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അവരുടെ കുഞ്ഞിന് നല്ലൊരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു നല്ല ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാവം മാറുന്നത് കണ്ടിട്ടില്ലേ? അതെന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ പുറകെയല്ല അവർ സഞ്ചരിക്കുന്നത്. ക്രിസ്തുവിനെ അവർ ധരിക്കുവാൻ തയ്യാറാകുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരല്ലേ അവർ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ സർട്ടിഫിക്കറ്റുകളും അവരെ താഴ്മ ധരിപ്പിക്കും. ഓരോ നന്മകളും അവർ താഴ്മയിലേക്ക് കടന്നു വരും. ഓരോ ഉയർച്ചകളും പിന്നെയും താഴുവാനുള്ള വഴികളായി മാറും. ദൈവവചനം നമ്മളോട് പറയുന്നത് ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്ക് പോകുന്ന നിഗളത്തിന്റെ മനോഭാവമല്ല, താഴ്മയിൽ നിന്നും താഴ്മയിലേക്ക്. ഞാൻ ഇന്ന് രാത്രിയിൽ താഴ്മ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയട്ടെ, രക്ഷിക്കപ്പെട്ട സമയത്തുള്ള താഴ്മയാണോ നിങ്ങൾക്ക് കൂടുതൽ? ഇപ്പോഴാണോ നിങ്ങൾക്ക് താഴ്മ?
അന്നാണോ നിങ്ങൾക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠർ? അന്ന് നിങ്ങൾ ആ സഭയിലേക്ക് വന്ന ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? സ്നാനക്കുളത്തിൽ വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങി വന്ന ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ സഭയുടെ അകത്തേക്ക് കയറി വന്ന സമയത്ത് ആ കടന്നു വന്ന മനുഷ്യരെ എല്ലാം വിശുദ്ധന്മാരെ നെണ്ണി അല്ലെങ്കിൽ പാസ്റ്ററെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ആമേൻ ആദരിച്ച് തന്നെത്താൻ സമർപ്പിച്ചുകൊണ്ട് താഴ്മ മനോഭാവത്തോടെ നിന്ന ഒരു മുഖം നമുക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മൾ വചനത്തിന്റെ ഏതൊക്കെയോ ചെറിയ ചില വാക്കുകൾ മാത്രം മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ബൈബിൾ മുഴുവൻ മനസ്സിലാക്കി, എന്റെ സഭയിലുള്ള പാസ്റ്റർക്ക് ഇത്രയൊന്നും അറിയത്തില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ പോക്കെങ്കിൽ ക്രിസ്തുവിന്റെ പുറകിലല്ല. വെളിപ്പാട് തന്ന ദൈവം തന്ന പാക്കേജ് നമ്മുടെ ലൈഫിലില്ല. നമ്മൾ നിഗളിക്കുകയാണ്. സ്തോത്രം. നമ്മൾ നിഗളിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരല്ല. എന്നാൽ ഒരുപക്ഷെ ക്രിസ്തുവിന്റെ പുറകെ പോയ വഴിയിൽ പൗലോസിനെ പോലെ ഒത്തിരി വെളിപ്പാടുകൾ നമുക്ക് കിട്ടി. നമ്മുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനേക്കാൾ ഒരുപക്ഷെ വചനത്തിന് മർമ്മങ്ങൾ ഇന്ന് നമുക്ക് വ്യക്തമായി ബോധ്യമായി കണ്ടേക്കാം. എന്നാൽ താഴ്മ ഒട്ടും കുറയുന്നില്ല, സേവന മനോഭാവം ഒട്ടും കുറയുന്നില്ല. അവരെയും നമുക്ക് സേവിക്കാൻ കഴിയും. നമ്മളെക്കാൾ വെളിപ്പാട് കുറഞ്ഞവരെയും സേവിക്കാൻ കഴിയുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, യോസഫിനും മറിയും യേശുവിനോളം വെളിപ്പാടില്ല, എന്നാൽ അവരോടൊപ്പം 30 വർഷം യേശു ചെലവഴിക്കാൻ തയ്യാറായത് ചെറിയ കാര്യമല്ല. നിങ്ങളെക്കാൾ വെളിപ്പാട് കുറഞ്ഞ വിശ്വാസികളുടെ കൂടെ സഞ്ചരിക്കുന്നതും സംസാരിക്കുന്നതും ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താഴ്മ ധരിച്ചിട്ടുള്ളവർ, യേശുവിന്റെ പുറകെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ സേവിക്കുന്നതും ഒരൊട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ദൈവത്തിന്റെ വചനത്തെ ഈ ബൈബിൾ ക്ലാസ്സുകളിലൂടെ ഒരുപക്ഷെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ചീർക്കുന്നവരാകരുത്. സ്വത്രം. നമ്മൾ താഴ്മ അഭിനയിക്കുന്നവരാകരുത്, താഴ്മയെ രസിക്കുന്നവരാകരുത്. കൊലോസ്യ സഭയെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനത്തിനും വെറും വഞ്ചനയുടെ ജ്ഞാനങ്ങൾ തലയിൽ പ്രാപിച്ചിട്ട് അവർ ചിന്തിച്ചു അവരെന്തോ ഒരു മണ്ഡലത്തിലേക്ക് കയറിപ്പോയെന്ന്. അവർ മടയത്വരമായിരുന്നു ചിന്തിച്ചല്ലെങ്കിൽ ഫൂളിഷ്നെസ് മണ്ഡമായ അല്ലെങ്കിൽ എന്താണ് പറയുന്നതിന് മടയത്വരമായ കാര്യമായിരുന്നു അതെന്ന് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തി പറയുകയാണ്. ലോകത്തിന്റെ ജ്ഞാനമല്ല, തത്വജ്ഞാനമല്ല. നിങ്ങൾ ക്രിസ്തുവിന്റെ പുറകെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴ്മയിലേക്ക് വരും. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ നിങ്ങളുടെ സഭയെ സേവിക്കുന്നവരാകും, ദൈവദാസന്മാരെ സേവിക്കുന്നവരാകും. കൂടുതൽ ക്രിസ്തുവിനെ അറിഞ്ഞവർ കൂടുതൽ സേവന മനോഭാവത്തിലേക്ക് വരും. കൂടുതൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിയവർ കൂടുതൽ താഴ്മയിലേക്ക് വരും. കൂടുതൽ ക്രിസ്തുവിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചവർ കൂടുതൽ സേവനത്തിനായി ദിവസങ്ങളിൽ കടന്നു പോകും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സഭയിൽ പായിട്ട് നിങ്ങൾ വെച്ചവരാണെങ്കിൽ, പായിടാൻ സഹായിച്ച വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിന് വെളിപ്പാട് വരുമ്പോൾ നാളെ പായിൽ ഒന്നാമത് വന്ന് ഇരിക്കുന്ന വ്യക്തിയാവുകയല്ല, തൂക്കുന്ന സ്തോത്രം തൂക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ഞാനത് ജസ്റ്റ് ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നാളെ പോയി തൂക്കണമെന്നല്ല എൻ്റെ അർത്ഥം. സേവന മനോഭാവം നിങ്ങളിൽ എത്ര വളർന്നു എന്ന് രാത്രി ഞാൻ ചോദിച്ച അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഭാഗം പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ എത്ര പേർക്ക് സേവന മനോഭാവത്തിലേക്ക് വന്നു? യേശുവിന്റെ ജനനം മുതൽ മരണം വരെയും യേശു തന്നെത്താൻ താഴ്ത്തി. എത്രത്തോളം ഒരു മനുഷ്യന് താഴ്ത്താമോ അത്രത്തോളം താഴ്ത്തപ്പെട്ട ഒരു മനുഷ്യനെ കാണണമോ? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ലോകത്തിനെയാണ് നോക്കുന്നതെങ്കിൽ, തത്വജ്ഞാനമാണ് നോക്കുന്നതെങ്കിൽ, ഇതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ലോകത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്, ഏറ്റവും താഴ്മയുള്ള വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും കൊച്ചു വ്യക്തിയായിട്ടാണ്, ഏറ്റവും ചെറിയ വ്യക്തിയായിട്ടാണ് ലോകം കാണുന്നത്. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഏറ്റവും താഴ്മയുള്ള വ്യക്തിയാണ് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതാണ് ദൈവത്തിന്റെ തിയോളജി എന്ന് പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം സേവനം ചെയ്തു, എത്രത്തോളം താഴ്ത്തി എന്നുള്ളതാണ് ദൈവത്തിന്റെ പുസ്തകത്തിലെ വലിപ്പമുള്ളത്. എന്നാൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ എത്ര ഉയർന്നിരുന്നു എന്നുള്ളതാണ്, നിങ്ങളെ എത്ര പേർ സേവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര വലിയ പൊസിഷനിലായിരുന്നാലും നിങ്ങൾ എത്ര പേരെ സേവിക്കുവാൻ ആ പൊസിഷൻ കൊണ്ട് ഇടയാക്കി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ അങ്ങനെ സേവിച്ചാൽ ലോകം എന്നെ ചൂഷണം ചെയ്യത്തില്ലേ പാസ്റ്ററെ? തീർച്ചയായും യേശുവിനെ ചെയ്തില്ലേ? സ്തോത്രം. യേശുവിനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നില്ലേ? യേശുവിനെ ഏറ്റവും സ്നേഹിച്ചു എന്ന് കൂടെ കൊണ്ട് നടന്ന അല്ലെങ്കിൽ കാലി കഴുകി അതേ ശിഷ്യൻ അവൻ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ 30 വെള്ളിക്കാശിന് വിറ്റുകയും ചെയ്തില്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും കർത്താവ് താഴ്മയിലേക്ക് വിളിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ശാഠ്യത്താലല്ല,
ദുരഭിമാനത്താലല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ ഈ ബൈബിൾ ക്ലാസ്സുകളാൽ നിരന്തരം വർഷങ്ങളായി നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് നമ്മൾ പഠിച്ചിട്ട് തത്വജ്ഞാനത്താൽ നോസ്റ്റിസിസം പ്രാപിച്ച അഭിനയത്തിന്റെ താഴ്മയാണോ നമ്മളിലേക്ക് വന്നത്? അതോ നമ്മുടെ ഭർത്താവോ ഭാര്യയോ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടോ, ഇന്നലെക്കാൾ ഇന്ന് നീ എത്രയോ താഴ്മയുള്ളവളായി, നിന്നോട് സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ നിന്നോട് സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് നിങ്ങളുടെ ഭാര്യ പറയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് പറയുന്നില്ലെങ്കിൽ, നമ്മൾ പറയുകയാണ്, ആമേ ഞാനെന്ന് പറയുന്ന വ്യക്തിയില്ല, ഞാനൊരു ഭർത്താവാണ്, ആമേ ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കണമെന്ന് ബൈബിൾ പറയുന്നത് എന്ന് പറയുന്നത് താഴ്മയുടെ ഭാവമല്ല. ആമേ തന്നെത്താൻ ഒഴിച്ചു കടന്നു വന്ന യേശു കർത്താവിന് സ്തോത്രം, താഴ്മയുടെ ഭാവം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ലോകത്തിന് ഒരു സൃഷ്ടിയുടെ മുന്നിലും യേശുവിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് താഴുവാൻ വേണ്ടി നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആക്കി വെച്ചിരിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ താഴുവാൻ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരികയാണ്. ആമേൻ. ക്രിസ്തു നമ്മുടെ മുന്നിൽ താഴ്മയുടെ മുഖമായി നിൽക്കുന്നു. നമുക്ക് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതെ, താഴ്മയെന്നത് കേവലം അഭിനയമല്ല, അത് നമ്മുടെ ഒരു ഫീലിങ്സ് ആണ്. അത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്, അല്ലെങ്കിൽ കർത്താവ് നമ്മൾ ചെയ്യുന്ന ക്രിയയാണെന്ന് മനസ്സിലാക്കി ആ ക്രിയയിൽ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ തന്നെത്താൻ ഉയർക്കുവാൻ ചിന്തിക്കാതെ, പിശാച് നമ്മളോട് പറയും നീ ഉയർന്നു വരണം, നീ മോശമല്ല, നീ കൊച്ചല്ല, അത് പിശാചിന്റെ ചിന്തയാണ്. യേശുവിന്റെ ചിന്ത താഴ്ചയിൽ നിന്നും താഴ്ചയിലേക്ക്, മരണത്തോളം താഴുവാൻ കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ ദൈവവചന ചിന്തകളിൽ നിന്നും നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട്